ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമസ്റ്ററിലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ ബ്ലോക്ക് 1 സെക്കൻഡ് യൂണിറ്റാണ് നോക്കാൻ പോകുന്നത്. അഹിംസ ആൻഡ് സത്യാഗ്രഹ എന്നാണ് യൂണിറ്റിൻ്റെ പേര്. ഇപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ പാഠത്ത് നമ്മൾ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതാണ്, അതായത് ഗാന്ധിൻ്റെ മെത്തേഡ്സാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഹെഡിങ് പറഞ്ഞാൽ ട്രൂത്ത്, അഹിംസ ആൻഡ് സത്യാഗ്രഹ എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ അതിൽ ഗാന്ധിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. മൈ റിലീജിയൻ ഈസ് ബേസ്ഡ് ഓൺ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ട്രൂത്ത് ഈസ് മൈ ഗോഡ്, നോൺ വയലൻസ് ഈസ് ദ മീൻസ് ഓഫ് റിയലൈസിങ് ഹിം. അതായത് എൻ്റെ മതം എന്നുള്ളത് ട്രൂത്തിലും നോൺ വയലൻസിലും ഊന്നിയിട്ടുള്ളതാണ്. അതേപോലെ സത്യമാണ് എൻ്റെ ദൈവം, അഹിംസയാണ് മീൻസ് ഓഫ് റിയലൈസിങ്. അഹിംസയിലൂടെയാണ് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞത്. ഇനി വരുന്നത് ആ പാരഗ്രാഫിൽ പറഞ്ഞത് എന്താണ്, ഗാന്ധി തൻ്റെ പൊളിറ്റിക്കൽ ഐഡിയാസൊക്കെ കടെടുത്തിട്ടുള്ള ഓടുന്നതാണ് ഫിലോസഫർ തിങ്കേഴ്സ് ആയിട്ടുള്ള ഹെൻറി ഡേവിഡ്, അതേപോലെ ജോൺ റസ്കിൻ, ലിയോ ടോൾസ്റ്റോയ്, മറ്റുള്ളതെന്നൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഗാന്ധിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയ എന്ന് പറഞ്ഞാൽ തന്നെ അഹിംസ എന്നുള്ളതാണ്. ഗാന്ധിജിൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ തന്നെ അഹിംസയിൽ ഊന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഗാന്ധി തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അഹിംസയും സത്യാഗ്രഹം തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. തുടർന്നുള്ള പാഠങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകും. പിന്നെ അടുത്തൊരു ഹെഡിങ്ങാണ് മീനിങ് ഓഫ് അഹിംസ ആൻഡ് സത്യാഗ്രഹ. ഈ സത്യാഗ്രഹയും അതേപോലെ അഹിംസയുടെ അർത്ഥം, ഇതൊരു വൺ വേർഡൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദ വേർഡ് അഹിംസ മീൻസ് നോൺ വയലൻസ്. അഹിംസൻ്റെ അർത്ഥം എന്താണ്? നോൺ വയലൻസ് എന്നുള്ളതാണ്. അതായത് വിച്ച് ഇംപ്ലീസ് നോട്ട് ഹാർമിങ് എനിബഡി ഓർ ഓൺ സെൽഫ്. ഹൗഎവർ അഹിംസ ക്യാൻ ആൾസോ മീൻ ലവ് ആൻഡ് ചാരിറ്റി. അതായത് ഒരാളെയും ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് അഹിംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലവ്, ചാരിറ്റി എന്നൊക്കെ ഇതിൽ ഈ ഒരു അർത്ഥത്തിന് വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് നോൺ വയലൻസ് ഇൻ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. ഈ പ്രവൃത്തിയിൽ മാത്രമല്ല നോൺ വയലൻസ് എന്നുള്ളത്, ചിന്തയിലും വാക്കുകളിലും എല്ലാത്തിലും ആക്ഷൻസിലും ഒക്കത്തിലും എന്താവുക അഹിംസ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് അഹിംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ദ വേർഡ് സത്യാഗ്രഹ ഇംപ്ലീസ് ഫേം ഡിവോഷൻ ടു ട്രൂത്ത്. സത്യത്തിലേക്ക് ഒരു ഉപാസന എന്നുള്ളതാണ് സത്യാഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യാഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ നമ്മൾ ഒപ്രസറിൻ്റെ മനസ്സെന്താവുക ഈ സത്യാഗ്രഹത്തിലൂടെ കൂടി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ദ മെത്തഡോളജി ടു അച്ചീവ് ട്രൂത്ത് ഈസ് സത്യാഗ്രഹ. സത്യാഗ്രഹയാണ് സത്യം നേടിയെടുക്കാനുള്ള ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞത്. ഇനി സത്യ മീൻസ് ട്രൂത്ത്. സത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയാം. സത്യം എന്ന് പറഞ്ഞാൽ സത്യം, ശരി എന്നുള്ള അർത്ഥത്തിലാണ്. അതിന് ആഗ്രഹ മീൻസ് പെർസെവേറൻസ്, അതായത് നിരന്തരം പ്രയത്നിക്കുക, പരിശ്രമിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് വരുന്നത്. ഈ ഒരു മെത്തേഡിലൂടെ കൂടിയാണ് ഗാന്ധിജി സത്യങ്ങൾ അന്വേഷിച്ചിരുന്നത്. ഇനി സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ഈസ് നോട്ട് ജസ്റ്റ് ഇൻ സ്പീച്ച് ബട്ട് ഓൾസോ ഇൻ തോട്ട് ആൻഡ് ആക്ഷൻ. നമ്മൾ ഭാഷയിൽ സംസാരത്തിൽ മാത്രമല്ല, പ്രസംഗത്തിൽ മാത്രമല്ല സത്യം എന്നുള്ളത്, അതായത് നമ്മുടെ തോട്ടിലും ആക്ഷനിലും ഒക്കെ വരണം. പിന്നെ ദെർഫോർ സത്യാഗ്രഹ ഇംപ്ലീസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ട്രൂത്ത് ആൻഡ് അഹിംസ. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സത്യവും അഹിംസയും നടപ്പിലാക്കലാണ്. അഹിംസ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് സത്യാഗ്രഹ. അഹിംസ എന്നുള്ളത് എന്താണ്? സത്യാഗ്രഹത്തിൻ്റെ ബാക്ക് ബോണാണ്, അതായത് നടുവെല്ലാണെന്നൊക്കെ പറയില്ലേ. ഗാന്ധി യൂട്ടിലൈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സത്യാഗ്രഹ ആൻഡ് അഹിംസ ടു അച്ചീവ് സോഷ്യൽ ചേഞ്ച്. ഗാന്ധിജി ഈ സത്യാഗ്രഹം അതേപോലെ അഹിംസയൊക്കെ വളരെയധികം ഉപയോഗപ്പെടുത്തി സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി. പിന്നെ അടുത്ത പാരഗ്രാഫിൽ വരുന്നത് ഇൻ സത്യാഗ്രഹ വൺ മസ്റ്റ് ബിലീവ് ഇൻ സെൽഫ് സഫറിങ് റാദർ ദാൻ ഹാമിങ് അതേഴ്സ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ അധികം ഒരു സത്യാഗ്രഹി എന്താവണം? സ്വന്തം കാര്യത്തിൽ സെൽഫ് സഫറിങ്, സ്വന്തം ത്യജിക്കുന്നതിൽ വിശ്വസിക്കണം. പിന്നെ ആസ് എ മോറൽ വെപ്പൺ സത്യാഗ്രഹ ഈസ് എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ആൾ എവിൽസ് ഓഫ് സൊസൈറ്റി. ഇതിൻ്റെ ഒരു ധാർമ്മിക ഒരു വെപ്പൺ എന്നുള്ള നിലക്ക് സത്യാഗ്രഹം എന്നുള്ളത് എന്താണ്? പീസ്ഫുള്ളാണ്. അതായത് മറ്റുള്ള ശക്തികൾക്കെതിരെ പീസ്ഫുള്ളായിട്ട് സമാധാനപരമായിട്ട് നമ്മൾ സത്യാഗ്രഹം ചെയ്യുക. അതേപോലെ ലോസിനെതിരെ ആൻഡ് കസ്റ്റംസ് വിച്ച് റിസ്ട്രിക്ട്സ് വൺ ഫ്രീഡം ആൻഡ് കോൺഷ്യസ്നെസ്. ഇനി അടുത്ത ഹെഡിങ്ങാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സത്യാഗ്രഹ. ദ ബേസിക് എയിം ഓഫ് സത്യാഗ്രഹ ഈസ് ടു ഇവോക്ക് ഗുഡ്നെസ് ഇൻ ഹ്യൂമാനിറ്റി. ബേസിക് എയിം, സത്യാഗ്രഹത്തിൻ്റെ
ബേസിക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവോക്ക് ഗുഡ്നെസ് ഇൻ ഹ്യൂമാനിറ്റിയിൽ നല്ലത് ചെയ്യുക എന്നുള്ളതാണ്. വെൻ എവർ ദർ ഈസ് ആൻ കോൺഫ്ലിക്റ്റ് ഓർ വേർ, അവിടെ ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു മോശമായ കാര്യം ഉണ്ടാകുമ്പോൾ വിച്ച് ക്യാൻ ബി ചേഞ്ച്ഡ് വിത്ത് ദ അപ്ലിക്കേഷൻ ഓഫ് സത്യാഗ്രഹ. എ സത്യാഗ്രഹി മസ്റ്റ് ഫോളോ സെർട്ടൻ മോറൽസ്. ചില ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ എന്താവണം, ഒരു സത്യാഗ്രഹി നിർബന്ധമായും ഫോളോ ചെയ്യണം. എ സത്യാഗ്രഹി മസ്റ്റ് കൺവിൻസ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ടു ഫോളോ ദ ട്രൂത്ത് ഓർ ടു ഫൈൻഡ് ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ കോസ്. ഒരു സത്യാഗ്രഹി നിർബന്ധമായിട്ടും എന്താവണം, സത്യത്തെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടിയാവണം ഓൺ ചെയ്യുന്നത്. ആഫ്റ്റർ കെയർഫുൾ ഇൻവെസ്റ്റിഗേഷൻ ഇഫ് ഈ ഫൈൻഡ് ദ കോസ് ഓഫ് സഫറിങ് ഈസ് ട്രൂ, he or she must see if the people who suffer from the cause are in need ഓഫ് ഗെറ്റിംഗ് റിഡ് ഓഫ് ഇറ്റ്. അതായത് ഒരു സത്യാഗ്രഹി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു കാര്യം നടക്കുന്നുണ്ട് പറഞ്ഞാൽ ഓനെ അതിന് ശരിയാണോ തെറ്റാണോ ഉള്ളത് ആദ്യം മനസ്സിലാക്കി അത് ശരിയാണെങ്കിൽ മാത്രമേ ഓനെ അതിൻ്റെ സത്യാഗ്രഹത്തിന് മറ്റും കാര്യങ്ങൾക്കും വേണ്ടി ഓന് ചെയ്യാൻ പാടുള്ളൂ. തെറ്റായ കാര്യങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. അവൻ ആ ഒരു പ്രശ്നത്തിൻ്റെ ആയം മനസ്സിലാക്കി അതിനോട് വളരെ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ മാന്യമായ ഭാഷയിലൂടെ ആവണം എന്താവണം അവനത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സത്യാഗ്രഹി എന്താവണം, ഓൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വരും. അതായത് പല കാര്യങ്ങളും സഫർ ചെയ്യേണ്ടി വരും. ഇനി ഗാന്ധിൻ്റെ ചില സമര രീതികളെ പറ്റി പറഞ്ഞാണ് അഹിംസയിൽ ഊന്നിയ സത്യാഗ്രഹ ടെക്നിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിലൊന്നാമത്താണ് എന്ത്, ഫാസ്റ്റിങ്, നിരാഹാരമാണ് അത്. ഫാസ്റ്റിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് സത്യാഗ്രഹ. നിരാഹാരം എന്നുള്ളത് സത്യാഗ്രഹത്തിലെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഗാന്ധി ഇൻസിസ്റ്റഡ് ദാറ്റ് ദിസ് ടെക്നിക് മസ്റ്റ് ബി യൂസ്ഡ് വെൻ ആൾ അതർ ടെക്നിക്സ് ഫെയിൽ. ഗാന്ധിജി ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു, ഈ നിരാഹാരം എന്നുള്ളത്. അപ്പോൾ ഗാന്ധിജിൻ്റെ മറ്റെല്ലാ സമരമുറകളും പരാജയപ്പെട്ടപ്പോൾ ഗാന്ധിജി ഉപയോഗിച്ച ഒരു മെത്തേഡാണ് ഈ നിരാഹാരം എന്നുള്ളത്. ഗാന്ധി യൂസ്ഡ് ദിസ് ടെക്നിക് ഇൻ ഹിസ് സ്ട്രഗിൾ ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ സ്ട്രഗിളിൽ എന്തായി, ഗാന്ധി ഈ ഒരു മെത്തേഡാണ് ഉപയോഗിച്ചത്. അടുത്തത് നോൺ കോർപ്പറേഷൻ, അതായത് നിസ്സഹകരണം. ഇത് ഗവൺമെൻറ്റിനെതിരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നിസ്സഹകരണം. ഇത് ഗാന്ധിജി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിന് ഇതിന് ശേഷമാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി വന്നത്. പഞ്ചാബ് ഖിലാഫത്ത് ഇഷ്യൂ നടക്കുന്ന സമയത്താണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അടുത്തത് സിവിൽ ഡിസൊബീഡിയൻസ്, അതായത് നിയമലംഘനം. സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ലോസ് റൂൾസൊക്കെ നമ്മൾ ഓല് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനാണ് നിയമലംഘനം എന്ന് പറയൽ. പിന്നെ ഈ നിയമലംഘനം എപ്പോഴും ഒരു നോൺ വയലൻ്റ് മാനറിലായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. അടുത്തത് പിക്കറ്റിങ്. പിക്കറ്റിങ് ഗാന്ധി ആദ്യം ഉപയോഗിച്ചത് സൗത്ത് ആഫ്രിക്കയിലെ സ്ട്രഗിളിലാണ്. ഇതിലൂടെ എന്താകും, ഈ ഗവൺമെൻറ്റിന് എതിരെയുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു സ്പിരിറ്റ് ഉണ്ടാകാൻ കഴിയും ഈ ഒരു പ്രൊട്ടസ്റ്റിലൂടെ. അതിലൂടെ എന്താകും, ഗവൺമെൻറ്റിനെ കൂടുതൽ പ്രഷർ ചെയ്യാൻ സാധിക്കും. സത്യാഗ്രഹയിൽ ഉൾപ്പെടുന്ന മറ്റ് ടെക്നിക്സാണ് സെൽഫ് സഫറിങ്, സ്ട്രൈക്സ്, ഹർത്താൽസ്, റൈറ്റിംഗ് ബുക്സ്, വീക്ക്ലീസ് ആൻഡ് പാംപ്ലെറ്റ്സ്, ബോയ്ക്കോട്ട്സ്. ഈ അഹിംസയും അതേപോലെ സത്യാഗ്രഹ ഇതിൻ്റെയൊക്കെ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു ഇൻജസ്റ്റിസിനും അതേപോലെ മറ്റു കുറ്റകൃത്യങ്ങൾക്കും എതിരെയുള്ള ഒരു വെപ്പണാണ്. അടുത്തത് ഹിന്ദ് സ്വരാജ്. 1909 ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂള് എന്ന് പറയാം. ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാവട്ടാ. ഹിന്ദ് സ്വരാജിൻ്റെ മറ്റൊരു പേരെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഹോം റൂള്. ഇതൊരു ബുക്കാണ്. ഈസ് എ ബുക്ക് ഓതേർഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ 1909. ദ ബുക്ക് വാസ് പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ് ഇൻ 1910 ഇൻ ജോണാസ്ബർഗ്. ഹിന്ദ് സ്വരാജ് പറഞ്ഞാൽ ഗാന്ധിജി 1909 എഴുതുകയും 1910 ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ഗാന്ധിൻ്റെ ഒരു ബുക്കാണ്. ജോണാസ്ബർഗിലാണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ബുക്ക് വാസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ഡയലോഗ്. ഒരു ഡയലോഗ് രൂപത്തിലാണ് ബുക്ക് എഴുതിയിട്ടുള്ളത്. വിച്ച് ഗീവ്സ് ആൻ ഐഡിയ ഓഫ് ഗാന്ധീസ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ്. ഈ ബുക്ക് എന്താണ്, ഗാന്ധിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജീസിനെ കുറിച്ചിട്ടുള്ള ആശയങ്ങൾ നൽകുന്നുണ്ട്. ദ ബുക്ക് ഇൻസ്പയർഡ് ദ പീപ്പിൾ ടു വർക്ക് ഫോർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ഫ്രം ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഈ ബുക്ക് എന്നുള്ളത് ഇന്ത്യത്തെ ആൾക്കാർക്ക് ഒരു ഇൻസ്പയർ ആയിട്ടുണ്ട്. എന്തിന്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ സ്വാതന്ത്ര്യം വേണമെന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിച്ച് ആൾക്കാർക്കൊക്കെ ഒരു ഇൻസ്പയർ ആയിട്ടുള്ളൊരു ബുക്കാണിത്. പിന്നെ ദ ബുക്ക് കണ്ടെയ്ൻസ് ഗാന്ധീസ് ക്രിറ്റിസം ഓഫ് ബ്രിട്ടീഷ് ഡൊമിനൻറ്റ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാരുടെ ഏകാധിപത്യത്തിനെ കുറിച്ചിട്ട് ഈ ബുക്കിൽ എന്താണ് ഉൾക്കൊള്ളുന്നുണ്ട്.
Shekhar Bandyopadhyay has given an analysis of the book in his work Plessy to Partition. ശേഖർ ബാന്ദ്യോപാധ്യായ എന്തായിട്ടുണ്ട് ഈ ബുക്കിനൊരു അനലൈസ് ചെയ്തിട്ടുണ്ട് മൂപ്പരെ ബുക്കിൽ പ്ലാസി ടു പാർട്ടീഷൻ എന്നുള്ള മൂപ്പരെ ബുക്കിൽ ഇതിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് വരുന്നത് ഇവിടെയൊക്കെയാണ്. ത്രൂ ദ ബുക്ക് ഗാന്ധി അഡ്രസ്ഡ് ദ മീനിങ് ഓഫ് സ്വരാജ് ആൻഡ് ദ നോൺ വയലൻറ്റ് മീൻസ് ടു അച്ചീവ് സ്വരാജ്. ഈ സ്വന്തമായിട്ടൊരു രാജ്യം അത് ഭരണം വേണമെന്നുള്ളതിനെ കുറിച്ചിട്ടും നോൺ വയലൻസിനെ കുറിച്ചിട്ടൊക്കെ എന്തായിട്ടുണ്ട് ഗാന്ധി ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഗാന്ധി ആർഗ്യൂഡ് ദ ഇന്ത്യൻസ് ടു ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് കസ്റ്റംസ് ലോസ് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് ആസ്ക്ഡ് ദ പീപ്പിൾ ടു അഡോപ്റ്റ് ദ ട്രഡീഷണൽ വേസ്. ഗാന്ധി ഈ ബുക്കിലൂടെ എന്തായിട്ടുണ്ട് ഈ ബ്രിട്ടീഷ് ലോസും അതേപോലെ ഓരോ ഇൻഡസ്ട്രി വ്യവസായങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് ഇന്ത്യൻ പരമ്പരാഗതമായ വഴിയിലൂടെ ആൾക്കാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതായത് ഇന്ത്യത്തെ ഖാദി മുതലായവയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തും കൂടി ഇതിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഗാന്ധി ആൾസോ എൻകറേജ്ഡ് ടു റിജക്റ്റ് വയലൻസ് ആൻഡ് ഫോളോ ദ പോളിസി ഓഫ് നോൺ വയലൻസ് ആൻഡ് പാസീവ് റെസിസ്റ്റൻസ്. നിഷ്ക്രിയ പ്രതിരോധം അതേപോലെ നോൺ വയലൻസ് അഹിംസയിൽ ഊന്നിയ ഒരു പോളിസി, ആ ഒരു രീതിയിലുള്ള ആവണ സമരങ്ങളൊക്കെ അതേപോലെ നോൺ വയലൻസിനെ ഒഴിവാക്കാനും വേണ്ടിയിട്ടും ഇതിൽ എന്താക്കുന്നുണ്ട് ഗാന്ധിജി ആൾക്കാരൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ ബുക്ക് പാസീവ് റെസിസ്റ്റൻസ് ഈസ് എ മെത്തേഡ് ഓഫ് സെക്യൂറിങ് ദ റൈറ്റ് ത്രൂ ദ മീൻസ് ഓഫ് പേഴ്സണൽ സഫറിങ്. അതായത് ഒരു പേഴ്സണൽ സഫറിങ്ങിലൂടെ കൂടി എന്താവുക നിഷ്ക്രിയ പ്രതിരോധത്തിലൂടെ കൂടി റൈറ്റ്സൊക്കെ സെക്യൂറിങ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡാണ് ഗാന്ധിജി എന്താണ് ഈ ബുക്കിലൂടെ പറഞ്ഞത്. പിന്നെ ഗാന്ധി ദെർഫോർ ഫോളോഡ് ദ ഐഡിയ ഓഫ് നോൺ വയലൻസ് ഇൻ അച്ചീവിങ് ഹിസ് ഗോള്. നോൺ വയലൻസ് ഗോൾ അച്ചീവ് ചെയ്യാൻ നോൺ വയലൻസ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞത്. അതായത് ദർ ആർ 3 മേജർ കോൺസെപ്റ്റ് ഓഫ് ദ ഗാന്ധിയൻ ഐഡിയോളജി. ഗാന്ധിയൻ ഐഡിയോളജിയിൽ 3 കോൺസെപ്റ്റാണുള്ളത് നോൺ വയലൻസിൽ. അതായത് ട്രൂത്ത്, അഹിംസ ആൻഡ് സത്യാഗ്രഹ. ഈ ഒരു 3 ഗാന്ധിജിൻ്റെ മെയിനായിട്ടുള്ള ഐഡിയോളജി. Hind Swaraj was initially banned by the British government but then translated into English and published in 1912. ഹിന്ദു സ്വരാജ് എന്തായിട്ടുണ്ട് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാൻ ചെയ്ത് പിന്നീട് അതെന്തായി 1912 ട്രാൻസ്ലേറ്റ് ചെയ്ത് വീണ്ടും പബ്ലിഷ് ചെയ്തു. Again in 1938 an edited version of the book was published which inspired the independence movement. പിന്നീട് വീണ്ടും 1938 ഒരു എഡിറ്റ് ചെയ്ത വേർഷൻ ഇറക്കുകയും അത് സ്വാതന്ത്ര്യത്തിന് വളരെയധികം ഇൻസ്പയർ ആയിട്ടുണ്ട്. പിന്നെ ചാപ്റ്റേഴ്സ് 30 to 20 ഓഫ് ദ ബുക്സ് കണ്ടെയ്ൻ ദ തിയറി ഓഫ് സത്യാഗ്രഹ ഓർ ട്രൂത്ത് ഫോഴ്സ്. ഈ ബുക്കിലെ പാഠം 13 to 20 വരെയുള്ളതിൽ സത്യാഗ്രഹത്തിൻ്റെ തിയറിയെ കുറിച്ചിട്ടും ട്രൂത്ത് ഫോഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ സത്യാഗ്രഹ ഈസ് എ സിസ്റ്റം ഓഫ് ദ നോൺ വയലൻ്റ് ഐഡിയോളജി ഓഫ് ഗാന്ധി. നമ്മളെപ്പോഴും പറഞ്ഞതാണ് ഗാന്ധിൻ്റെ നോൺ വയലൻസ് ഐഡിയോളജി പെട്ടെന്നാണ് ഇന്ന് സത്യാഗ്രഹം. ഇനി അടുത്ത പാരഗ്രാഫിൽ ദ മെയിൻ ഫോക്കൽ പോയിൻ്റ് ഓഫ് ദ ബുക്ക് വാസ് സ്വരാജ് ആൻഡ് ദ വേസ് ടു അറ്റൈൻ സ്വരാജ്. ഈ ബുക്കിലെ പ്രധാന ഫോക്കൽ പോയിൻ്റ് പറഞ്ഞാൽ മെയിൻ പോയിൻ്റ് പറഞ്ഞാൽ കോർ പോയിൻ്റ് പറഞ്ഞാൽ സ്വരാജ് അതുപോലെ എങ്ങനെ സ്വരാജ് നേടാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ദ വേർഡ് സ്വരാജ് മീൻസ് സെൽഫ് റൂൾ. സ്വരാജിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സെൽഫ് റൂള്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, മുൻപോടൊക്കെ വരാൻ സാധ്യതയുണ്ട്. സ്വരാജിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സെൽഫ് റൂള്. ഗാന്ധി ഒപ്പീൻഡ് ദാറ്റ് എ മിയർ ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം ദ ബ്രിട്ടീഷ് വുഡ് നെവർ ബ്രിങ് സ്വരാജ്. അതായത് മുഴുവനായിട്ടുള്ള അധികാരം ബ്രിട്ടീഷിൽ നിന്ന് ഇന്ത്യക്കാർക്ക് വേണമെന്നുള്ളതിനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞത് വെറും ഒരു ട്രാൻസ്ഫർ ഓഫ് പവർ ആണെങ്കിൽ എന്താവില്ല, അത് സ്വരാജ് ഒരിക്കലും നേടാൻ കഴിയുകയില്ല എന്നാണ് ഗാന്ധിൻ്റെ ഒപ്പീനിയൻ. ഇൻ ദാറ്റ് കേസ് ദ സ്വരാജ് വുഡ് ബി നത്തിങ്. ആ ഒരു അവസ്ഥയിൽ സ്വരാജ് പറഞ്ഞാൽ ഒന്നുമല്ല. പക്ഷെ എന്താണ് ഇംഗ്ലീഷ് റൂൾ വിത്തൗട്ട് ഇംഗ്ലീഷ് മാൻ. ഇംഗ്ലീഷ് മാൻ ഇല്ലാതെ ഇംഗ്ലീഷ് റൂൾ എന്നുള്ളൊരു ആശയമാണ്. ഈ കാൾ സച്ച് എ സ്റ്റേറ്റ് നോട്ട് ഹിന്ദുസ്ഥാൻ ബട്ട് ഇംഗ്ലീഷ്സ്ഥാൻ. ദിസ് ടെക്നിക് ടു അച്ചീവ് സ്വരാജ് വാസ് സത്യാഗ്രഹ. ഗാന്ധിജിൻ്റെ സ്വരാജ് നേടാനുള്ള ടെക്നിക്ക് പറഞ്ഞാൽ അത് സത്യാഗ്രഹമാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഈ ചാപ്റ്റർ. ഇത് വളരെ സുഖമുള്ളൊരു ചാപ്റ്ററാണ്. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് അടുത്ത് വരുന്നത്. അപ്പോൾ താങ്ക് യു.